തെക്കേ കോവരമ്പിൽ പൊന്നമ്മോ ഞാനൊരു മാല വെച്ചേ, ആമലൈ തൊട്ടെന്നാലോ പൊന്നമ്മോ ഭൂമി കുലുങ്ങുതടി. തെക്കേ കോവരമ്പേ പൊന്നമ്മോ ഞാനൊരു മാല വെച്ചേ, ആമലൈ തൊട്ടെന്നാലോ പൊന്നമ്മോ ഭൂമി കുലുങ്ങുതടി. ആ ഭൂമി കുലുക്കമുണ്ടോ പൊന്നമ്മോ പൂവടിയാട്ടമുണ്ടോ, ഭൂമി കുലുക്കമുണ്ടോ പൊന്നമ്മോ പൂവടിയാട്ടമുണ്ടോ. തെക്കേ കോവരമ്പേ പൊന്നമ്മോ ഞാനൊരു മാല വെച്ചേ, ആമലൈ തൊട്ടെന്നാലോ പൊന്നമ്മോ ഭൂമി കുലുങ്ങുതടി. കേട്ടോ സ്നേഹിതര ഞാൻ ചെറുവള്ളി തോട്ടത്തിൽ നിങ്ങോട്ട് പോരുമ്പം കുട്ടിത്തത്ത കിളി പോലഴകുള്ള പട്ടത്തി പെണ്ണവൾ പോകുന്നേ. കണ്ടറിവും ഒരു കാര്യമില്ലാതെ എങ്ങനൊരു വക ചോദിക്കും, കണ്ടറിവും ഒരു കാര്യമില്ലാതെ എങ്ങനൊരു വക ചോദിക്കും. ശിഷ്യന്മാർ ഭൂമിയിൽ കഷ്ടപ്പെടുന്നത് കണ്ണിനാൽ കണ്ടില്ല ദൈവമേ. തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ. വരണേ വരണയ കൊടുങ്ങല്ലൂരമ്മ, വരണേ വരണയ കൊടുങ്ങല്ലൂരമ്മ. തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ. ചെമ്പാട്ടു ചേല ചുറ്റി അമ്മ വരവതുണ്ട് തന്നാരോ, ചെമ്പാട്ടു ചേല ചുറ്റി അമ്മ വരവതുണ്ട്. തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ. താനാരോ തന്നാരോ തകതയ്യന്തരികിടതാനാരോ, താനാരോ തന്നാരോ തകതയ്യന്തരികിടതാനാരോ. താനാരോ തന്നാരോ ദയ്യം തരികിടതാനാരോ, താനാരോ തന്നാരോ ദയ്യം തരികിടതാനാരോ. അമ്മയാടെ അമ്മയാടെ ഇത് കൊടുങ്ങല്ലൂരിലെ അമ്മയാടെ, അമ്മമാരിൽ അമ്മയായ കൊടുങ്ങല്ലൂരമ്മോ. താനാരോ തന്നാരോ ദയ്യം തരികിടതാനാരോ, താനാരോ തന്നാരോ ദയ്യം തരികിടതാനാരോ. കാളിയാണേ കാളിയാണേ ഇത് കൊടുങ്ങല്ലൂരിലെ കാളിയാണേ, കാളി കാളി കാളിയായ കൊടുങ്ങല്ലൂരമ്മോ. താനാരോ തന്നാരോ ദയ്യം തരികിടതാനാരോ, താനാരോ തന്നാരോ ദയ്യം തരികിടതാനാരോ. താനാരോ തന്നാരോ തകതയ്യന്തരികിടതാനാരോ, താനാരോ തന്നാരോ തകതയ്യന്തരികിടതാനാരോ. താനാരോ തന്നാരോ ദയ്യം തരികിടതാനാരോ, താനാരോ തന്നാരോ ദയ്യം തരികിടതാനാരോ, താനാരോ തന്നാരോ ദയ്യം തരികിടതാനാരോ, താനാരോ തന്നാരോ ദയ്യം തരികിടതാനാരോ. ഹലോ 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 ഹലോ. പാട്ട് പാടാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എനർജി, ഹായ് തരാൻ എനർജി ഇല്ലേ? വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. പ്രേക്ഷകരെ, ഇന്ന് നമ്മളോടൊപ്പം നാട്ടുകൂട്ടത്തിൽ ജോയിൻ ചെയ്യുന്നത് ദാ ഈ പടയാണ്. ഈ പടയുടെ പേരെന്ന് പറയുന്നത് പട ഫോക്ക് ബാൻഡ് ഫ്രം ചങ്ങനാശ്ശേരി. ചിരിക്കാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ളവരാണോ നിങ്ങള്? അലമ്പാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും അലമ്പാരാ? ഈ കൂട്ടത്തിൽ ഏറ്റവും അല്ലേ? എനിക്ക് തോന്നിയത് ആ കുട്ടിയാണ് അലീനന്റെ. ഈ കുട്ടിയാണോ? അലമ്പന് ആണ്. അലമ്പിന്റെ പേരെന്താണ്? ശ്രുതി. ശ്രുതി അല്ല, പേരിൽ തന്നെയുണ്ട് ആ ഒരു ഓമനത്വം. ശ്രുതിനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടോ പോലെ വന്നിട്ടുണ്ട് ഇവിടെ. ഏടാ കള്ളാ,
ഇപ്പൊ പറ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഇത് നമുക്ക് ഒരു ഫാമിലി പോലെയാണ്. ഇതിനു മുമ്പ് എപ്പോഴാ വന്നത്? അഖിലുള്ളപ്പോഴാണോ വന്നത്? രണ്ടോട്ട് വന്നിട്ടുണ്ട്. ഒന്ന് റെഡ് കാർപ്പറ്റിലും ഒന്ന് ഇതിലും തന്നെ. ഈ ബെഞ്ചൊക്കെ ഇട്ടിട്ട് കുട്ടികള് ബെഞ്ചിലടിച്ച് പാടുന്ന ഒരു നമ്മള് മറ്റേ ഒരുമിച്ചിരുന്ന് പാടി തെറ്റിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്. യെസ്, ഞങ്ങളൊരു അകലം ബെഞ്ചിലടിച്ച് പാടും ഷാപ്പ് ഇരുന്നു. അത് പക്ഷെ ഷാപ്പ്, ഇത് പക്ഷെ നമ്മൾ കോളേജ് വൈബ് പിടിച്ചതാണ്. അപ്പൊ എന്തായാലും വെൽക്കം ബാക്ക്. ഇവരെയൊക്കെ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടണം, എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ അറിയണം. നമുക്ക് എന്തായാലും കോമഡി മാസ്റ്റേഴ്സ് ഇതാ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നാടൻ പാട്ട് കേട്ടു, ഇനി അങ്ങോട്ടേക്ക് നമ്മൾ തമാശയാണ് കാണാൻ പോകുന്നത്. അതിനായിട്ട് സ്കിറ്റ് ആണ് വരാൻ പോകുന്നത്. കാണാം. സുമംഗലേ, ചായ. വീടല്ലേ മോർച്ചറിയാ? ഞാൻ ചത്ത. ഞാൻ മാത്രമല്ല, വീണ്ടും രണ്ടെണ്ണം ഉണ്ടാ. ഡേയ് ഏജി മോർച്ചറി. ഡേയ് ഒരിച്ചിരി എനിക്കും മോരിച്ചീന്നല്ല മോർച്ചറിന്ന്. അയ്യോ എന്താ മോർച്ചടി? അതെ, ഞാനിവിടെ എത്തി. ഇട നീ ചത്തടാ. ദൈവമേ, ഞാൻ ചത്തേ. ഞാൻ കാണാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് കരയണം ചിരിക്കണം എന്നൊക്കെ അപ്പുറത്തെ വാടി പോയി നിൽക്കും. മനുഷ്യർക്ക് ഉറങ്ങണം. ഇനി അങ്ങോട്ട് ഉറക്കവേ ഉള്ളൂ. ഡീ ചത്തന്ന് ഇതാ നോക്ക മോർച്ചറി കണ്ട. ആര് ചത്ത്? നീ ചത്ത്. അയ്യോ അയ്യോ, ഞാൻ ചത്ത. അയ്യോ, പിന്നെ വീട്ടുകാരൊക്കെ ഞാൻ എങ്ങനെ കാണും? കരച്ചിലുണ്ട്, കരച്ചിലുണ്ട്. ഇങ്ങോട്ട് നമ്മള് 3 പേരും ചത്ത് ഇപ്പൊ പ്രേതമായി. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ ഡോക്ടർ വന്ന് നമ്മളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നമ്മളെ മണ്ടയിൽ നമ്മുടെ വെട്ടിക്കേറും. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മുന്നേറ്റിരിക്കാം. എന്താ? അതെ. പോയി എന്താണ് നിന്റെ പേര്? മകനുമ്പ് ശ്രവി. ഗുഡ് ടൈം, ഗുഡ് നൈറ്റ്. മോനെ, നീ എങ്ങനെയാടാ മരിച്ചത്? ഞാൻ പട്ടി കടിച്ചാണ് മരിച്ചത്. പറയും ചേട്ടാ. പട്ടി എന്ന് പറഞ്ഞ മോശപ്പെട്ട വാക്കാണ്. പിന്നെ വാക്കല്ല, പക്ഷെ ആളുകളോട് എങ്ങനെ പറയും പട്ടി കടിച്ച് മരിച്ചെന്ന്? അതെ, നമ്മൾ പറയുമ്പോ ഒരു വെയിറ്റ് വേണം. വെയിറ്റ് വേണം. വെയിറ്റ് ഇട്ട് ചാവണം. മരിക്കുമ്പോ ഒരു വെയിറ്റ് വെയിറ്റ് വേണം. അതെ, ചേട്ടൻ എങ്ങനെ മരിച്ചത്? ആന ചവിട്ടി. നല്ല വെയിറ്റ്. അത്രയും വെയിറ്റ് വേണം. അടിപൊളി. അതെ അതെ. ചേട്ടാ ചേട്ടാ, ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വരുന്നുണ്ട് ചേട്ടാ. അയ്യോ, പോയി ആ? പോയി പോയാ? പോയി ഡോക്ടർ പോയി പോയി ഡോക്ടർ പോയി ഡോക്ടർ പോയി. അയ്യോ, ഡോക്ടർ പോയേ. ഇനി നമ്മൾ ആര് പോസ്റ്റ്മോർട്ടം ചെയ്യും? അയ്യോ, ഡോക്ടർ പോയേ. ഡോക്ടർ പോയെന്ന് ചത്തതെന്നല്ല. വഴി അങ്ങോട്ട് പോയെന്ന്. അതെ, ഇങ്ങോട്ട് വന്നേ. എന്താ? ഈ പോയ ഡോക്ടർ ഉണ്ടല്ലോ, പരമ ചെറ്റയാണ്, എന്താ? പരമ ദുഷ്ടനാണ്, അതെന്താ? പരമ നാറിയാണ്. എന്താണ്? ഒരു ദിവസം ഒരു രോഗി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ മോർച്ചറി കൊണ്ട് കിടത്തി. കുറച്ചു കഴിയാനും രോഗി എഴുന്നേറ്റിരുന്നു. ചത്തുപോയി എന്ന് പറഞ്ഞ രോഗി എഴുന്നേറ്റിരുന്ന ആർക്കാണ് അണക്കേട്? ഡോക്ടർക്ക്. ആണല്ലോ. പുള്ളി എന്തെന്നറിയാമോ? പുള്ളിയുടെ കയ്യിലുള്ള ഹാമർ കണ്ട, ഹാമർ ഇട്ട് തലക്കടിച്ച് അപ്പ തന്നെ തീർച്ചു. അതിനാണ് ഈ ഹാമർ ഇയാൾ കൊണ്ടു നടക്കുന്നത്. അതൊന്നുമല്ല, പുള്ളിയുടെ കയ്യിൽ ഹ്യൂമർ ഇല്ല, അതുകൊണ്ടാണ് ഹാമർ. ഞാൻ സത്യത്തില് പട്ടി കടിച്ചല്ലേ മരിച്ചത്. അല്ലേ? പട്ടിയടിച്ചല്ലേ മരിച്ചത്? അല്ലാന്ന്, ഞാനേ വീട്ടിലിരിക്കുമ്പോ എന്റെ ഭാര്യയുടെ അമ്മയും അച്ഛനും വീട്ടിലേക്ക് കയറി വന്നു. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഈ മരം പോലെ നിൽക്കാതെ എന്തെങ്കിലും പോയി കൊണ്ടുപോകാന്ന് പറഞ്ഞു. അത് സ്വാഭാവികം. അമ്മായിയപ്പന് വന്നല്ലേ, അമ്മായി അമ്മ വന്നല്ലേ, അങ്ങനെ തന്നെ ചെയ്യണം. എന്ത് കൊണ്ടുവന്ന്? ഞാൻ അവർക്ക് തിരിച്ചു പോകാനുള്ള ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് വന്നു. പിന്നെ ഒന്നും ഓർമ്മയില്ല, തലക്കൊരു ഒറ്റ അടി, എന്റെ തല പൊട്ടി ചെളി ചിതറി. തല പൊട്ടി ചോര ചെറിയെന്നല്ലേ പറയുന്നത്? ചെടിച്ചട്ടി വെച്ച് അടിച്ചാൽ ചെടിയല്ലേ ചിതറുള്ളൂ. അതാണ് പോയിന്റ്. അല്ല, ബൈ ദ വേ, മോളിന്റെ പേരെന്താണ്? മിനി. ഓ മിനി. ഒമിനി നല്ല വണ്ടിയാണ്. പേരാ പറഞ്ഞ മിനി അല്ല, മിനി. മിനി. മോളു എങ്ങനെയാണ് മരിച്ചത്? ഞാന് ചേട്ടാ, എന്റെ ഹസ്ബൻഡേ ഒരു വലിയ പേരായിരുന്നു. എന്തായിരുന്നു പേര്?
കിച്ചു. അതൊരു കുഞ്ഞു പേരല്ലേ? കിച്ചു ഒന്ന് കുഞ്ഞു പേരാണ്, പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നാട്ടിലൊക്കെ എന്റെ ചേട്ടന് വലിയ പേരായിരുന്നു. ആ. അത് ഈ വാരികയിൽ എഴുതുന്ന പേരാണോ? അതല്ല സ്പോർട്സിലാണോ വായനയിലാണോ എഴുത്തിലാണോ എന്തിലാ പേര്? എഴുത്തില്. എഴുത്തില്. എന്താ പേരെന്താ? മാങ്ങാണ്ടി തോട്ടത്തിൽ ചപ്രത്തലയൻ കിച്ചു. അവൻ ശരിക്കും മാങ്ങാണ്ടിയാണ്. അങ്ങനെ പേര്. എഴുതുമ്പോ വലുതായിരുന്നു. അതെ അതെ അതെ. അതെ, ഈ ചേട്ടനാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഡെയിലി രാത്രി കട്ടിൽ കണ്ട അപ്പ ഉറങ്ങും. അപ്പൊ കട്ടിൽ കണ്ട ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഉറങ്ങണ ആരോട്? ഞാൻ അയാളുടെ ഒരു ഭാര്യയല്ലേ, എനിക്ക് ഒരുപാട് മോഹങ്ങളില്ല, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാ സ്ത്രീകൾക്കുണ്ടല്ലോ. അപ്പൊ ഞാനേ ചേട്ടനോട് ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു. 1 മിനിറ്റ്. നീ കൊളമാക്കരുത്. ഞാൻ പ്രേതമൊക്കെ എങ്ങനെ സഹിക്കും? നമുക്ക് ഓക്കെ ആണല്ലോ. മോളു എന്തോ എന്താണ് ചോദിച്ചത്? എന്താന്ന് ചോദിച്ചാലേ, അത് പറഞ്ഞോ. എന്താ ചോദിച്ചു? പ്രേതങ്ങളല്ലേ, പറഞ്ഞോ. കുഴപ്പമില്ല, കുഴപ്പമില്ലല്ലോ. നോ പ്രോബ്ലം. വൈറലാവൂല, പറഞ്ഞു. ഈ കട്ടില് കണ്ട പെട്ടെന്ന് എങ്ങനെയാ ചേട്ടാ ഉറങ്ങാൻ പറ്റണേന്ന് ചോദിച്ചു. എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് കുഴപ്പം. അതാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പൊ ചേട്ടൻ പറഞ്ഞ് നമ്മുടെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞാലേ എല്ലാവർക്കും കട്ടിൽ കണ്ട് അപ്പൊ തന്നെ സുഖമായിട്ട് ഉറങ്ങാന്ന്. അപ്പൊ ഞാൻ എന്റെ മനസ്സിലുള്ളതെല്ലാം തുറന്ന് ചേട്ടനോട് അങ്ങ് പറഞ്ഞു. സത്യോട്ടാ, മനസ്സിലുള്ള എല്ലാം തുറന്നു പറഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ഉറങ്ങാൻ പറ്റും. ചേട്ടനപ്പോ? ചേട്ടൻ ഉറക്കം അന്നത്തോടുകൂടി പോയി. അതെ, ചേട്ടൻ ഉറക്കം പോയി. പിന്നെ എന്നാ സംശയമായി, അടിയായി, ഇടിയായി, 1ഉം 2ഉം പറഞ്ഞ് ഞങ്ങൾ അങ്ങ് വഴക്കായി. എന്നിട്ട് 64. അതല്ലടാ, എന്നിട്ടെന്ന് പറഞ്ഞാ ഇതുപോലെ സംശയമായല്ലോ. അപ്പൊ ഒരു ദിവസം കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഒരൊറ്റ ചവിട്ട് എനിക്ക്. അപ്പൊ എന്റെ ബോധം പോയി ചേട്ടാ. എന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇപ്പൊ ഞാൻ മോർച്ചറിയിലുമായി ഞാൻ ചത്തും പോയി. ഈ നാറ് എപ്പോഴും വന്നത് ചേട്ടാ. പോയി ചേട്ടാ, പോയി. ഇപ്പൊ എനിക്കൊരു കാര്യം തീരുമാനം. എന്താ മോളെ? ചേട്ടന്റെ ആന പോയി, എനിക്ക് എന്റെ ഭർത്താവും പോയി, ചേട്ടന്റെ ഭാര്യയും പോയി. പോയതില്ലാത്ത എന്തായാലും മോളെ, നമ്മളെല്ലാരും തുല്യ ദുഃഖിതരാ ചേട്ടാ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ പറയുന്നത് തെറ്റാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ തെറ്റാണെങ്കിൽ കർണത്തടി വീഴും. അതെ, നമുക്ക് തമ്മിലൊന്ന് പ്രണയിച്ചാലോ? അല്ല, പ്രണയിച്ചാലോ? ചേട്ടന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയ? എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി. എനിക്കും തോന്നിയ. ഇനി ഞാൻ സത്യം പറയട്ടെ, ഇനിയുള്ള ഈ മിനിയുടെ പ്രേത ജീവിതം എന്റെ ബിനിച്ചേട്ടന്റെ കൂടെ. ഞാനും ഇനി ഒരു സത്യം പറയാൻ പോവാണ്. ഇനിയുള്ള എന്റെ പ്രേത ജീവിതം എന്റെ മിനിയോടൊപ്പം ആയിരിക്കും. സത്യം. എന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിക്കാതെ പോയ മകനെ ജനിക്കാതെ പോയ മാമനായിട്ട് കാണാൻ കേട്ടടാ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ 3 പേരും നിസ്സാര പ്രശ്നമായിട്ട് ഇവിടെ വന്നതാ. പക്ഷെ നമ്മൾ ചത്തതല്ല, നമ്മളെ കൊന്നതാണ്. ആ ഡോക്ടർ ശരിക്കുള്ള ചികിത്സ തരാതെ നമ്മളെ കൊന്നതാണ്. ഇത് എനിക്ക് പ്രതികാരം ചെയ്യണം. എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട്. എന്റെ കയ്യിൽ, അതായത് നമ്മൾ തന്നെ ചത്ത പ്രേതങ്ങളാണ്. യവൻ നമുക്ക് വെറുതെ വിടാൻ പാടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ സശ്രദ്ധം കേൾക്കും. ഓക്കെ, യവൻ എന്തായാലും നമ്മളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ അവനെ ആക്രമിച്ച് കൊല്ലണം. എന്നിട്ട് അവനെ നമ്മളെ ഫാമിലി ഡോക്ടറാക്കി മാറ്റണം. This is the circumstances nations up to the procedures effective. Yes, very correct. I love it. Oh yeah. This understanding is very deep. Clever in his creation is. I make a job. Yeah. മാമാ, നീ എന്താ ഇടയ്ക്ക്? ഞാനേ നീ അതെ ചേട്ടാ, ഈ ഡോക്ടർ വരുമ്പോ നമുക്ക് എന്തായാലും കൊല്ലണമല്ലോ.
അപ്പൊ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ? ഞാൻ പറഞ്ഞുതരാം. അതായത് ഡോക്ടർ വരുമ്പോ നമ്മൾ അവനെ ചിരിക്കണം. നമ്മൾ സാധാരണ മനുഷ്യരെ കണക്ക് ചിരിച്ചിട്ട് കാര്യമില്ല, പ്രേതങ്ങളെ കണക്ക് ചിരിക്കണം. പ്രാക്ടീസ് ചെയ്യൂ, ചിരിക്കൂ. ഇനി ചേട്ടൻ, ഇനി ചേട്ടൻ. ഓ, കൊള്ളാം, കൊള്ളാം. കൊള്ളാം, പൊളി, പൊളി. ഇനി ഓക്കേ, ചേട്ടൻ. 4 ഹാ. 4 ഹായ. അത് വെറുതെ ലാഗടിക്കണ്ടല്ലോ, അപ്പൊ ഷോർട്ടാക്കി വെറുതെ വലിക്കണം. എന്തായാലും ഞാൻ 1, 2, 3 എന്ന് പറയാനും അപ്പൊ ആക്രമിച്ചോ. ഡോക്ടർ വരുന്നുണ്ട്, ഡോക്ടർ വരുന്നുണ്ട്, ഡോക്ടർ വരുന്നുണ്ട്. നാറി ചത്തില്ലേ ഇവന്റെ കൊല്ലും ഞാൻ. ഞാന് റെഡി, എന്റെ അടുത്ത് പറയാണ്. പോരാ ഡേയ്, ദാ, ഇങ്ങോട്ട് അങ്ങോട്ട്. എടാ, നീ ഞങ്ങളെ കൊന്നല്ലേ? ഞങ്ങൾക്ക് നിന്റെ രക്തം വേണം, രക്തം വേണം, എനിക്ക് നിന്റെ രക്തം വേണം. അവക്ക് രക്തം വേണമെങ്കിൽ എനിക്ക് നിന്റെ ലിവർ വേണം. ലിവർ സ്വർണ്ണപ്പണ്ടത്തിന് വില കയറിയത് കാരണം എവളെ കെട്ടാൻ വേണ്ടിട്ട്, എവളെ താലി കെട്ടാൻ വേണ്ടിട്ട് എനിക്ക് നിന്റെ കൊടലും പണ്ടവും വേണം. പ്രശ്നമായിട്ട് വന്ന ഞങ്ങളെ കൊന്നില്ലടാ കള്ള ഡോക്ടറെ. എന്തായി കാണിക്കണേ? പ്രേതം നിങ്ങളൊക്കെ മരിച്ചെന്ന് ആരാ പറഞ്ഞേ? മരിച്ചില്ലേ? മരിച്ചില്ല. മോർച്ചറി കിടക്കല്ലേ ഞങ്ങള്? എന്റെ പൊന്നെ, നിങ്ങളാരും മരിച്ചിട്ടില്ല. പിന്നെ അതായത് ഇതൊരു പഴയ ഗവൺമെന്റ് ആസ്പത്രിയാണ്. അതുകൊണ്ട് അവിടെ അങ്ങ് വാർഡിൽ കട്ടിൽ ഒഴിവില്ല, നിറച്ച് തിരക്കാണ്. അതുകൊണ്ട് മഴ പെയ്യുമ്പോ നന്നായിട്ട് ചോരും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ആകെ ചോർച്ചയില്ലാത്തൊരു സ്ഥലം മോർച്ചറിയാണ്. അതുകൊണ്ട് കട്ടിൽ ഒഴിയുന്നവരെ നിങ്ങൾ തൽക്കാലം ഇവിടെ കിടത്തിയല്ലേ? ചത്തില്ലേ? ചത്തിട്ടില്ല. അതെ, നിങ്ങളെ കുടുംബക്കാരൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നെ തൊടു. നീ തൊടണ്ട, ഞാൻ തൊടാണ്ടല്ലോ. നിങ്ങളാരും മരിച്ചിട്ടില്ലല്ല. നിങ്ങളെ കുടുംബക്കാരൊക്കെ പുറത്ത് നിൽപ്പുണ്ട്. നിങ്ങളെ കെട്ടിയോ പുറത്ത് നിൽപ്പുണ്ട്, നിങ്ങളെ ഭാര്യ പുറത്ത് നിൽപ്പുണ്ട്, നിങ്ങളെ ബന്ധക്കാരൊക്കെ പുറത്ത് നിൽപ്പുണ്ട്. മനസ്സിലായ? സുമംഗലി, ഞാൻ ഉണ്ട്. സുമംഗലി, അതെ, അവരൊക്കെ ഓടിപ്പോയി. നിങ്ങൾ എന്താ ഓടാണ്ട് നിൽക്കണേ? ഞാൻ ഓടൂല. എന്താ? ഇതിലും വലിയ ഹാമറായിട്ട് പുറത്തൊരാളിരിപ്പുണ്ട്. അതാര്? ഈ ഷോയുടെ ഡയറക്ടർ. അവരങ്ങോട്ടാണ് ഓടിയേക്കുന്നത്. കിട്ടാളെ അവര് മേടിച്ചോളും. അയ്യോ, കിട്ടി. അയ്യോ, ഇതെന്താ ചെയ്തത്? ഞാനാ ഇത് എഴുതിയത്. സാർ എന്നെ ഇടിക്കുന്നതിന് മുമ്പ് സ്വയം അങ്ങ് തീർന്നതാടാ. അപ്പൊ നമ്മുടെ മെഗാ ചാർജ് ഇവന്റില് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയ രഞ്ജിത്തും രഞ്ജീഷുമാണ്. അപ്പൊ വീണ്ടും അവർക്ക് ഇച്ചിരി കൂടി സാമ്പത്തികം ഒന്ന് കൂട്ടണമെന്നുണ്ട്. അതുകൊണ്ട് ഒരാളെ കൂടെ ഇപ്പൊ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഐശ്വര്യ കോഴിക്കോടിനെ അവർ കയ്യിലെടുത്തു. അപ്പം എന്തായാലും അവര് റെഡി ആയിട്ടുണ്ട്. ബാറ്ററി ഓൺ ആയെന്നൊന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. സാമ്പത്തിക ഭദ്രത ഉണ്ട്, എന്നാലും നമ്മൾ ചില കയറ്റി തിരിച്ചു കൊടുത്താൽ വീണ്ടും കയറിക്കോളും. അപ്പൊ രഞ്ജിത്തും രഞ്ജേഷും ഐശ്വര്യമായിട്ട് ഒരു ഗംഭീര പെർഫോമൻസ്. നിർത്താന്ന് പറയാൻ നിർത്തു. സന്ധ്യ, സന്ധ്യ, സന്ധ്യയല്ല, പകല്. അവിടെ കിടക്കണ. എന്തിനു പറ്റിയേ? നിങ്ങളെ കണ്ണിക്കൂലി വന്നാ മനുഷ്യ. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഇരുചക്ര വാഹനത്തിന്റെ പുറകിലിരിക്കുന്ന ആള് വേണം ആദ്യം ഇറങ്ങാൻ. എന്നിട്ട് വേണം മുന്നിലിരിക്കുന്ന നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ. അല്ലാണ്ട് ബാക്കിലിരിക്കുന്ന എന്നെ ഇങ്ങനെ ചവിട്ടി പറപ്പിക്കാനല്ല. അതൊക്കെ എനിക്കറിയാം. അറിയാം. അപ്പൊ അറിഞ്ഞോണ്ട് മനപ്പൂർവ്വം എന്നെ ചവിട്ടി താഴെ ഇട്ടാണല്ലേ? ഇനി എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. ജീവിക്കണ്ടെങ്കിൽ നീ പോയി ചാവ്. ഞാൻ ചാവും. തൂങ്ങിച്ചാവാനാണ് ഇവിടെ ഒരു മരം പോലും ഇല്ലല്ലോ. ഞാൻ ഇവിടെ നിൽക്കയില്ലേ? മരവാഴന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. അറ്റ്ലീസ്റ്റ് ഒരു റെയിൽവേ ട്രാക്ക് എങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പോയി തല വെച്ചാ മതിയായിരുന്നു. സന്ധ്യ, ഇടുക്കൊരു കായല്. ഞാൻ കായലിൽ ചാടുന്നു. ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും. ഞാൻ ചാടും. കുറച്ച് നാളോണ്ട് വിചാരിക്കുക നിങ്ങളെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം
കറക്റ്റ് ആയത് നീ ചാടുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു ചാടറി കാര്യല്ലേ? നിങ്ങൾ എന്റെ കുടുംബത്തിൽ ഒരു ആവശ്യം പറഞ്ഞാൽ നിങ്ങൾ വരികയല്ല. നിങ്ങളെ കുടുംബത്തിൽ ഒരു കല്യാണം വന്നപ്പോ അണിഞ്ഞൊരുങ്ങി വന്നേക്കുക. ഈ കല്യാണമൊന്നും അല്ല വിഷയം. ഞാൻ ആ കല്യാണത്തിന് ചെന്നപ്പോ രജനിയുമായിട്ടൊരു ഫോട്ടോ എടുത്തു. അതാണ് നിന്റെ വിഷയം. രജനിയല്ലേ? അല്ലാണ്ട് രജനികാന്തല്ലല്ലോ. ഓടിപ്പോയി ഫോട്ടോ എടുക്കാൻ. അതെന്റെ മുറപ്പെണ്ണാണ്. മുറപ്പെണ്ണില്ല, നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. എല്ലാ കാര്യത്തിലും ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. ചേട്ടാ ചേട്ടോ അത്രേ ഉള്ളു. ഒന്ന് കൈ പിടിക്കൂ. പറയണ്ടേ മെല്ലെ സൂക്ഷിച്ചേ. എടി അവളെന്റെ മുറപ്പെണ്ണാണ്. നിനക്കറിയാമോ, കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരുമിച്ച് വളർന്നതാണ്. കൊച്ചിലെ നമ്മളെ ബന്ധുക്കൾ പറയുമായിരുന്നു നമ്മളെ രണ്ടുപേരെയും കൂടെ പിടിച്ച് കല്യാണം കഴിപ്പിക്കണമെന്ന്. കെട്ടിയാ പോരായിരുന്നോ? എന്തിനാ എന്നെ കെട്ടിയേ? ട്രെയിൻ ഇടിച്ച് മരിക്കാൻ വിധിയുള്ളവന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇട്ടൂടെ? അപ്പൊ അവള് ഫ്ലൈറ്റ്, ഞാൻ ട്രെയിന്. ഓഹോ, എന്തിനെന്നെ കെട്ടി? എനിക്കിത് വേണം. എന്തിനെന്നെ കെട്ടി? എനിക്കിത്. എന്തിനെന്നെ കെട്ടി? यात्रियों को श्रद्धा के लिए संध्या बस एक्सप्रेस गाड़ी नंबर 1, 2, 3, 4, 5 के लिए आदेश है. നീ ഇവിടെ കിടന്ന് വഴക്കൂടാ. ഞാൻ പോണു. നീ വരണ? ഞാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞില്ല. ഞാൻ പോകും. ഇപ്പൊ പോകും. അത്രയ്ക്കായ എന്നാ പിന്നെ എടി വണ്ടി കയറി. ഞാൻ വരുന്നില്ല. പറഞ്ഞില്ലല്ലോ. ശരി, ഞാൻ പോകും. സ്വന്തം ഭർത്താവിനെ പോ പുല്ലേ എന്നാ. നീ പോ പുല്ലേ. അയ്യോ, പോവല്ലേന്നാ. ആരടുത്ത് പറയാനാ? പക്ഷെ എനിക്ക് അഭിമാനം വലുത്. നോക്കിക്കോ, ഞാൻ ചാവെന്ന് പറഞ്ഞ ഞാൻ ചാവും. എന്തൊരു കഷ്ടായത്. കലിങ്കൊക്കെ ഉണ്ടാക്കിയ കൊല്ലാദ്യം. എന്റെ പൊന്നമ്മച്ചി വെള്ളം. അയ്യോ, അത്രയും വെള്ളത്തിൽ എങ്ങനെ ചാവാനാ? അമ്മ തണുപ്പ് തണുപ്പ്. എന്തോ ഒരു സാധനം വെള്ളത്തിൽ പോയല്ല. കൊട്ടത്തേങ്ങ ആയിരിക്കും. എന്തായാലും സൂപ്പർ ഒരു മീൻ കിട്ടി. ഇന്ന് കൊണ്ടുപോയി കറി വെച്ച് ഒരു 1/2 ലിറ്റർ സാധനമൊക്കെ എടുത്ത് വെച്ച് അടിച്ച് ഇന്ന് ഉഷാനാക്കണം. അയ്യോ, ജലദേവത ജലദേവത, ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ചൂണ്ടരോട് ജലദേവത വന്ന് എനിക്കിന്ന് സ്വർണ്ണ ചൂട്ടേ വെള്ളി ചൂട്ടേ കിട്ടും. ജലദേവത വന്നേ, ജലദേവത പോയേ, ജലദേവതേ, ജലദേവ. ഓ, ജലദേവത തോട്ടെ സ്വർണ്ണ വള കാണിച്ചു. സ്വർണ്ണ വള കിട്ടി. ജലദേവതയുടെ സ്വർണ്ണ വള കിട്ടി. ജലദേവത സ്വർണ്ണ വള തന്നേ. ജലദേവതയുടെ സ്വർണ്ണ കമ്മലി ഇങ്ങനെ കുലുക്കാനത് കരിക്കല്ല. എന്നൊന്ന് കയറ്റി വിടറാ ഭ്രാന്ത. കയറ്റി വിടാനാ? അത് പറയണ്ടേ നേരത്തെ? കേറി വാ, ചവിട്ടി പയ്യെ കേറി. വെള്ളം തുപ്പുന്ന പ്രതിഭ. അപ്പൊ ജലദേവത അല്ലായിരുന്നു. ഇതെന്തിനാ വെള്ളത്തിലോട്ട് ഇറങ്ങിയത്? ജസ്റ്റ് ഒന്ന് ആഴം ടെസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയതാ. വെയിലായിരുന്നല്ലേ? അതെ അണ്ണാ, എന്റെ തലയിൽ എന്തോന്ന് കുരുങ്ങി. ഒന്ന് നോക്കാമോ? അയ്യോ, ഞാൻ ഇത്ത ചൂണ്ട എടുത്തിട്ടാ ഇങ്ങനെ പിടി. എടുക്കട്ടെ. ഇപ്പോഴാണ് ശരിയായത്. എല്ലാം ശരിയായിട്ടില്ല. ഒന്നും കൂടെ ഉണ്ട്. എന്തോന്ന്?
കൊണ്ടുപോയി അപ്പൊ ഇതിനായിരുന്നല്ലേടി കള്ളം പറഞ്ഞ് എന്റെ അടുത്ത് ഇവിടെ ചാടി ഇറങ്ങിയത് നിന്റെ കാമുകന്റെ കൂടെ ഇവിടെ നിന്ന് കല്യാണം കഴിക്കാനല്ലേ? അയ്യോ എന്നെ ചതിച്ചല്ലേ? അല്ല, പിന്നെ ഞാൻ ചൂണ്ട എടുത്തത്. ഈ ചൂണ്ട എടുത്തതല്ല, നീ ചൂണ്ട ഇട്ടത്. ആ ചൂണ്ടയിൽ നീ കുടുങ്ങി എന്നെ വലിപ്പിച്ചിട്ട് കയറിപ്പോയല്ലാടി. അയ്യോ, ഇതാര്? എന്റെ ഭർത്താവാ. ആദ്യ ഭർത്താവ്. രണ്ടാമത്തെ ഭർത്താവ് ആര്? ഞാനോ? അയ്യോ, സത്യമായിട്ട് ഞാൻ ചൂണ്ടയിടാൻ വന്നത്. എന്റെ പൊന്നണ്ണാൻ. സത്യമായിട്ട് ഞാൻ ഇവിടെ ചൂണ്ടയിടാൻ വന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് എന്റെ വലത്തേ കൈ യാതടാ. വലത്തെ കൈ ഇത്, ഇടത്തെ കൈ, ഇത് വലത്തെ കൈ. അപ്പൊ എന്റെ ഭാര്യയെ പറ്റിച്ചോണ്ട് കടന്നു കളയാനുള്ള പരിപാടിയായിരുന്നല്ലടാ നീ? അയ്യോ, നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നുമല്ല സംഭവം. പിന്നെ ഞാൻ ഈ കായലിൽ മീൻ പിടിക്കാൻ വേണ്ടി ചാടി. അപ്പൊ ഈ പെണ്ണും വെള്ളം വെള്ളത്തിൽ വീഴുന്നു. എന്റെ ചൂണ്ട കുടുങ്ങി. ആ ചൂണ്ട ഞാൻ എടുത്തതാണ്. നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? ഞാനാ ഇവള് സന്തോഷമായിട്ടിരുന്നാ എനിക്ക് സന്തോഷം, പക്ഷെ ഞാൻ സന്തോഷമായിട്ടിരുന്നാ ഇവക്ക് സംശയം. ഓ, അങ്ങനെയാണ്. ഓ. അതൊക്കെ എന്റെ വീട്ടില് ഞാൻ മീനൊക്കെ പിടിച്ച് മീനൊക്കെ കൊണ്ട് ഭാര്യയെ കൊടുത്തിട്ട് പോയി ആഹാരമൊക്കെ കഴിച്ചിട്ട് കുളിച്ച് കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങുമ്പോ എന്റെ നെറ്റിയിൽ വന്ന് എന്റെ ഭാര്യ ഒരു ചുമ്മനം തരും. ഉറങ്ങി കഴിയുമ്പോ അതുപോലെ നിങ്ങൾക്ക് ഉറങ്ങുമ്പോ എന്തെങ്കിലും കിട്ടുമോ? എനിക്ക് ഉറങ്ങുമ്പോ കിട്ടുകയല്ല. പോവേ, എന്തോന്ന്? എന്റെ പേഴ്സ്, എന്റെ മൊബൈല് എല്ലാം ഇവിടെ എടുത്തോണ്ട് പോകും. മൊബൈൽ അടിച്ചു മാറ്റണം. പറഞ്ഞോറേ. പറയട്ടെ, അങ്ങനെ ഫോൺ എടുത്തോണ്ടല്ലേ ഇങ്ങനെ അയക്കുന്ന മെസ്സേജ് എനിക്ക് കാണാൻ പറ്റിയേ? ഏത് മെസ്സേജാ? മെസ്സേജ് ആണെങ്കിലും വേണ്ടില്ല, കവിത. കവിതയെ പാട് കേക്കട്ടെ, എനിക്ക് ഇഷ്ടമാണ്. പാടട്ടെ. പ്രണയമധുര കാറ്റായി നീയൻ ജാലകത്തിൽ മുട്ടരുത്. അടിപൊളി. അടച്ചിട്ട മുറിയിൽ ഞാൻ കൊടുങ്കാറ്റിനടുത്തിരിപ്പാണ്. അടിപൊളി കവിത. നിങ്ങൾ എഴുതിയാളാ? പിന്നെ ഇതിനകത്ത് ഒന്ന് കുഴപ്പം തോന്നുന്നു. ഇത് കവിതയാണോ? കവിതയാണോ? അല്ല, ഇത് ഇങ്ങേരെ കള്ളക്കാമുകിക്ക് കൊടുക്കുന്ന സിഗ്നലാണ്. അവള് പ്രണയമധുരക്കാറ്റ്, ഞാൻ വെറും കൊടുങ്കാറ്റെന്ന്. കൊടുങ്കാറ്റ് അടുത്തിരിപ്പുണ്ട്, അതുകൊണ്ട് ജാലകത്തിൽ മുട്ടരുതെന്ന്. ജാലകത്തിൽ മുട്ടരുത് എന്തോന്ന്? എന്റെ പൊന്നു കണേ, മെസ്സേജ് അയക്കല്ലേന്ന്. ഓ, അങ്ങനെ. അല്ല, ഈ കടിച്ചാ പൊട്ടത്തെ വാക്കിലൊക്കെ കവിത എഴുതണമെങ്കിൽ ഇയാൾക്ക് വെള്ളം അടിച്ചാ പറ്റും. നിങ്ങൾ കുടിക്കോ അല്ലേ? കുടിക്കുമെന്ന്. ഇതൊരു പ്രത്യേകതരം കുടിയുള്ള ഒരു മനുഷ്യനാ. കുടി വർഷം തുടങ്ങി ജനുവരി മുതൽ ആഗസ്റ്റ് വരെ ഇങ്ങനെ കുടിക്കൂല. മാന്യൻ. അത് കഴിഞ്ഞിട്ടുള്ള 4 മാസം ഉണ്ടല്ലോ, കുടിന്ന് വെച്ച് കഴിഞ്ഞാ മുഴുക്കുടിയൻ. അതിനാണ് നിങ്ങൾ ഈ 4 മാസം കുടിക്കണത്. അത് ഈ മാസം ആവശ്യപ്പെടുന്നു, ഞാൻ കുടിക്കുന്നു. അതെങ്ങനെ? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ുള്ള മാസങ്ങള്. പിന്നെ എങ്ങനെ വെള്ളം അടിക്കാതെ? അപ്പൊ നമ്മൾ കുടിച്ചു പോകൂലേ? അതിനാണ് നമ്മൾ കിടന്ന് ഈ ബഹളം കാണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിന്നെ വേണ്ട. എനിക്ക് ഇന്നലെ വേണ്ട. എന്നാ നിനക്ക് മെനഞ്ഞാന്ന് എനിക്ക് വേണ്ട. എനിക്ക് നിങ്ങളെ കഴിഞ്ഞ വെള്ളിയാഴ്ച വേണ്ട. നിന്നെ പെണ്ണ് കാണാൻ വന്ന് അന്നോട്ട് വേണ്ട. നിങ്ങൾ ജനിച്ച അന്ന് തൊട്ട് നിങ്ങൾ എനിക്ക് വേണ്ട. എന്റെ അമ്മയും കല്യാണം കഴിച്ച അന്ന് മുതൽ എനിക്ക് നിന്നെ വേണ്ട 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 വേണ്ട. ഞാൻ എടുത്തോട്ടാ. അടിയിരിക്കുന്ന ചൂണ്ട എനിക്ക് നിങ്ങൾ നേരത്തെ ചേച്ചിയുടെ മുടി കയറി, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ മൂട്ടി കയറുമല്ലോ. അതുകൊണ്ട് നീ ബസ്സിൽ കയറി വീട്ടിൽ പോടി. നീ ബസ്സിൽ കയറി വീട്ടിൽ പോടി. നിന്നെ എനിക്ക് വേണ്ട. എനിക്ക് സൗകര്യമല്ല ബസ്സിൽ കയറി വീട്ടിൽ പോവാൻ. എന്റെ അച്ഛൻ ശ്രീധരൻ തന്ന വണ്ടിയാണല്ലോ ഇത്. ഉണ്ടാടി നിനക്ക്. അതിന്റെ ചാവി ഇങ്ങെടുക്ക്. ഹലോ, പറഞ്ഞ കേട്ടാ, ശ്രീധരൻ തന്ന വണ്ടി അവക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. വീട്ടിൽ നിന്ന് ശ്രീധരൻ മാറ്റിട്ട് നിൽക്കുന്ന നാണമല്ലേ നിങ്ങൾക്ക്? ഇതാ കൊണ്ടുപോ ചാവി. വണ്ടി കൊടുത്താ? വണ്ടി കിട്ടിയല്ല, നീ വീട്ടിൽ പോടെ. അങ്ങനെ അങ്ങ് പോകാൻ എനിക്ക് മനസ്സില്ല. എന്റെ അച്ഛൻ കല്യാണത്തിന് നിങ്ങളെ കൈത്തിലിട്ട ഈ 5 പവനുണ്ടല്ലോ ഉരുട്ടി വെച്ചേ, ഇങ്ങോട്ട് ഊരി. നാണമുണ്ടോടാ അവക്ക്? ഒരു കല്യാണത്തിന് അവളെ അച്ഛൻ സ്നേഹത്തോടെ മരുമോന് തന്ന ഈ മാല അവക്ക് തിരിച്ചു കൊടുക്കണമെന്ന് എന്തുത്തരവാദിത്തത്തോടെയാണ് അവൾ സംസാരിക്കുന്നത്? നാണമുണ്ടോ നിങ്ങൾക്ക്? ഭാര്യ അച്ഛൻ തന്ന മാല ഇട്ടോണ്ട് ഇങ്ങനെ നടക്കേ. കിട്ടിയാ? കിട്ടി. മാലയും വണ്ടിയും കിട്ടിയില്ലേ? ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് ആഫ്റ്റർനൂൺ. പോയെങ്കിലും സന്തോഷം. അതെ,
കഴിഞ്ഞ ഓണത്തിന് എന്റെ അച്ഛൻ വാങ്ങി തന്ന മുണ്ടും കുപ്പായോ ഊര്. അച്ഛൻ മാത്രം കുണ്ടുപുഴിയാ അച്ഛൻ മാറ്റി തന്നതാ. അവക്ക് എത്ര വിവരം ഇരിക്കണം തോന്നുന്നു. ഒരു ഓണമാകുമ്പോ ഒരു തിരുവോണത്ത് മരുമോനൊരു അമ്മാവ മാറ്റി കൊടുക്കൂലേ? ഈ ഷർട്ട് അവക്ക് ഞാൻ കൊടുക്കണോ? കൊടുക്കരുത്, കൊടുക്കരുത്, ഒരിക്കലും കൊടുക്കരുത്. പിന്നെ അച്ഛൻ മാറ്റി തന്ന സമ്മാനമായിട്ട് വാങ്ങിച്ചു തന്ന ഒരിക്കലും കൊടുക്കരുത്. ഞാൻ കൊടുക്കൂലെന്നല്ല, കൊടുത്തു കഴിഞ്ഞാൽ ആണുങ്ങളെ മാനം പോകാവും. കൊടുത്താ കൊടുത്ത് കിട്ടിയില്ലേ കുപ്പായം? കിട്ടി. മുണ്ട് പാഴ്സൽ അയച്ചു തരും. പോ. ഒലക്കേന്റെ മൂട്. ഒലക്കേര മൂടല്ല, ഒലക്കേര മുണ്ട്. മുണ്ടൂര് 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 മുണ്ടൂരല്ല, പാലക്കാട്. നീ മിണ്ടി പോകരുത്. എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരു കുടുംബത്തിൽ പറഞ്ഞ ആളാണ് ഞാൻ. എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നാട് മുഴുക്ക അറിയുന്നവരാണ്. അപ്പൊ ഞാൻ ഇവിടെ മുട്ടില്ലാതെ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാർക്കല്ലേ മോശം? അതൊരിക്കലും നടക്കൂല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിന്റെ വില പോകും. ഇവളെ കുടുംബക്കാരാണ് തുണിയില്ലാതെ ഇറങ്ങണം. ഞാൻ ഈ മുണ്ടും കൊടുത്ത് എന്തര് ഒന്നുമില്ല. നിന്റെ നോട്ട ശരിയല്ല. പോടുന്നു. എന്നെ നോക്കാൻ പറ്റിയൊരു ചളുക്ക്. എന്നെ ഞാൻ പോടുന്നു. ഗുഡ് ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ അടുത്താണ് കളി. പിന്നെ നമ്മളിത് കൊറേ കണ്ടതാ. വരുമോ ഇങ്ങനെ? വരൂല. ടാട്ടാക്കണ്ട. അതാ നല്ല. അതാണ് നല്ലത്. ചാട്ടാക്കി പോയാലേ ആ കലങ്ങിയിരിക്കുന്ന നാലെണ്ണത്തിന്റെ കാര്യം തീരുമാനം. ഓടിക്കാനൂലല്ലോ, ഉരുട്ടി അങ്ങ് പോണേണ് നല്ലത്. എന്നാലും ഭർത്താവിന്റെ എല്ലാ സാധനങ്ങളും മാറ്റോണ്ട് പോയി. കരയാതെ. ഒരു കുടുംബമാകുമ്പോ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും. കരഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ അവളെ പറ്റിച്ചു. എങ്ങനെ? അച്ഛന്റെ നിക്കറ്. കൊച്ചേ കൊച്ചേ, നിന്റെ അച്ഛന്റെ നിക്കർ ഇട്ടോണ്ടാണ് അവിടെ നിൽക്കണേ. പെട്ടെന്ന് വാ. അതവിടെ വാങ്ങി വെച്ചോ. ഞാൻ വരുന്നേ. അവൻ ചാടി. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ല. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്. അഥവാ കൊടുത്ത നിക്കർ വരെ ഊരി വാങ്ങിക്കും. ഓ സൂപ്പർ 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 ഫിസിക്കൽ കോമഡി ആയിരുന്നു. മത്സരിച്ച് ഈ കുട്ടി അഭിനയിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൂടെ. യു ആർ ലൈക്ക് എ ഫയർ. കറക്റ്റ് പാർട്ട്ണർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഗുഡ്. പക്ഷെ ഇത് ബമ്പർ പാർട്ട്ണറാണ്. സൂപ്പർ. യുനോ ഫയർ. യു ഗൈസ് മൂന്ന് പേരും ഫയർ. അപ്പൊ ഈ ഐശ്വര്യം കൊണ്ടുവന്ന ചാർജ് എത്രയാന്നുള്ളത് നമുക്കിനി അറിയണോ അതോ എന്താണ്? അറിയണം. എന്താണ് പ്രതീക്ഷ? കേട്ടിട്ട് നന്നായിട്ടുണ്ട്. ഒരുവിധം കിട്ടും. കേട്ടിട്ട് ഫയർ പോലെ വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കാണാം അല്ലേ? റെഡിയാണോ ഐശു? റെഡി. വാ നമുക്ക് നോക്കാം. നിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ ഞാൻ എന്റെ ആളിയന്മാർ ഈ പൈസക്ക് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഐശു, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ശരി, എങ്കിൽ നമുക്ക് ബോംബെന്നും കൂടെ നിങ്ങൾ കൊടുക്കുമായിരുന്നെങ്കിൽ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതാണ് മെയിൻ. ഓക്കേ, ഇത് 2 എപ്പിസോഡ് വരുമ്പോ ബാലൻസ് തീരുമല്ലോ. അതാണ്. അതിന്റെ കൂടെ ഗ്രൂമർ ബ്രിജിത്തിനും കൂടെ ഒരു നന്ദി. ഔപചാരികപരമായി ബ്രിജിത്തിന് ഒരു കയ്യടി. കൺഗ്രാറ്റുലേഷൻസ് ബ്രിജിത്ത് ഏട്ടാ. അപ്പൊ ചേച്ചി നല്ലൊരു പാലുകാച്ച് വീട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. വീട് കൂടുതൽ അടിപൊളിയാക്കാൻ വേണ്ടി ഇവിടെ പെൺപടയുണ്ട്, ആൺപടയുണ്ട്. ആരൊക്കെയാണ് ആ പടയിലുള്ളതെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. പക്ഷെ നമ്മുടെ പട റെഡിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ബാറ്ററി ഓൺ ചെയ്താലോ? ബാറ്ററി ഓൺ. നമുക്ക് ആ ഒരു പടപ്പുറപ്പാട് കാണാം. ഹലോ തമ്പി പറ. എത്ര വീഡിയോ ഇറങ്ങിയെന്ന് പറഞ്ഞാലും ചിലർക്ക് ശബ്ദത്തിലാണ് കമ്പം. ഞാനും സുഷമയും കൂടി രാത്രിയിൽ ഇടവഴിയിലൂടെ പോകുമ്പോൾ പെട്ടെന്നൊരു മഴ.
തമ്പി പറ, എന്തിനാ എന്നെ വിളിച്ച് അത് പറയാനാണ് പറഞ്ഞത്? എന്റെ വീടിന്റെ പെരവാസ്തോലിയാണ്. എന്ത് തൊലി? എന്റെ വീടിന്റെ പാല് കാച്ചാണെന്ന്. ആണെന്താ വേണം? 2 സെറ്റ് ട്യൂബ് വേണം. ട്യൂബിനകത്ത് വെച്ചാണോ പാല് കാച്ചുന്നത്? നാട്ടിലുള്ള എല്ലാ ലൈറ്റ് വർക്കർമാരും കാർ വാങ്ങി, വീട് വാങ്ങി, സെറ്റപ്പായി. നീ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം മനസ്സിലായോ? മനസ്സിലായില്ല. നിന്റെ ഈ മുണഞ്ഞ വർത്തമാനം. ട്യൂബ് എവിടെ വെച്ച് കെട്ടണം? നിന്റെ ഉച്ചിയില്. ശംഖ് വിളിച്ചായിരുന്നോ? ശംഖ് വിളിച്ചതല്ല, ഞാനൊരു ഏമ്പക്കം വിട്ടു. അതന്നെയാ പെയിന്റർ ശംഖ് വിളിച്ചായിരുന്നോന്ന്. എന്തിന്? നമ്മുടെ അടുക്കളയുടെ അകത്തവന് ചുമന്ന വര വരച്ചിട്ടില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൽ ഒരെണ്ണം വരയ്ക്കണം. അത് ചുമന്ന വര വരച്ചതല്ല, പിന്നെ പണി ശരിയാവാഞ്ഞിട്ട് അവന്റെ മുഖം ഭിത്തിയിൽ പിടിച്ച് ഉരച്ചതല്ല. അടുക്കളയുടെ പുറകിലുള്ള വരയോ? അവനെ ഉരയ്ക്കുമ്പോൾ അവന്റെ കൂടുള്ളവർ നോക്കി നിൽക്കുമോ? അവൻ എന്റെ മുഖം പിടിച്ചു വെച്ച ഉരച്ച. ഭിത്തിയിലുള്ള ആ 2 ഹോള്? ഈശ്വര, മൂക്കിന്റെ പകുതി അപ്പോൾ അവിടെ ഉണ്ട്. നിനക്കൊരു കാര്യം അറിയാം, എന്റെ കഴിഞ്ഞ കാല ജീവിതം ആന്റപ്പന്റെ നിക്കറിലായിരുന്നു. ആൻഡോമാൻ നിക്കോബാറിൽ കടലിലും കപ്പലിലും പണി ചെയ്തു ഞാൻ കോടികൾ ഉണ്ടാക്കി. വർക്ക് ചെയ്യുന്ന ബാബു വരുന്നു. ലക്ഷങ്ങൾ ഉണ്ടാക്കി. നിനക്ക് മറ്റൊരു കാര്യം അറിയാം, 35 വർഷം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ഈ. വീടിന്റെ പാല് കാച്ച് പോലെ നടത്തണം. കേട്ട് കേട്ട് മടുത്ത് ചേട്ടാ ഞാൻ. നല്ല പഞ്ച് ഡയലോഗായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് 100 കേറിയ. സത്യം പറഞ്ഞാൽ ഞാനൊരു മണ്ടനാണോ എന്നാണ് എന്റെ സംശയം. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ മണ്ടനായത്? എന്റെ അമ്മ എന്നെ 7ാം മാസത്തിലാണ് പ്രസവിച്ചത്. അതുകൊണ്ടായിരിക്കും ഞാൻ മണ്ടനായി പോയത്. തമ്പി, നീ എന്നോട് പറഞ്ഞില്ല. ഇനി അതിന് പരിഭവം വേണ്ട. എന്റെ അമ്മ എന്നെ 7ാം മാസത്തിലാണ് പ്രസവിച്ചത്. ഞാൻ അതാണോ പറഞ്ഞത്? അടി വെച്ചു തരും. നിന്റെ ഈ വീടിന്റെ പാല് കാച്ചത് എന്നോട് പറഞ്ഞില്ല. ആളിനെ എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. കണ്ടാ മോക്ക് മനസ്സിലായി. അശോകൻ മാമൻ. മാമന് പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ. തമ്പിയേ, ഈ എന്താ എന്നെ വിളിച്ചില്ലെങ്കിൽ നല്ല അടിപൊളി വീടൊക്കെയാണ് നീ വെച്ചിട്ടേക്കുന്നത് കേട്ടോ. കപ്പലിൽ ജോലി ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ഈ വീടിന്റെ ഭിത്തി എന്റെ മുഖമാണ്. ഈ വീടിന്റെ ജനലുകൾ എന്റെ കൈകളാണ്. ഇതിന്റെ കട്ടിള എന്റെ കാലുകളാണ്. ഇത്രയും നല്ലൊരു വീട് വെച്ചിട്ട് കട്ടള എന്താ വളഞ്ഞത് വെച്ചത്? പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. വീട് കൊള്ളാം, പക്ഷേ വീട് നിൽക്കുന്നത് വാസ്തു തെറ്റിച്ചാണ്, വാസ്തുവിലല്ല. അതുകൊണ്ട് കവാടം പൊളിക്കണം. ഇനി മിണ്ടിയാൽ മാമന്റെ കവാലം പൊളിയും. ഇത് ചില്ലറക്കാരല്ല ഈ വീട് പണിഞ്ഞത്. ഭിത്തി ദിനേശൻ, ജനൽ രമേശൻ, കവാടം ശ്രീകുമാർ. അത് ഈ റേഡിയോയിലൊക്കെ പാട്ട് പാടുന്ന ആളല്ലേ? അത് കാവാലം ശ്രീകുമാർ, ഇത് കവാടം ശ്രീകുമാർ. അങ്ങനെ അയ്യോ, നിങ്ങളൊക്കെ എന്തായാലും ഇങ്ങനെ നോക്കുന്നേ? ചേച്ചിയെ മനസ്സിലായില്ലേ? ഇല്ല. അമ്മാവനെ മനസ്സിലായില്ലേ? ഭഗവാനാണ്, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഇറങ്ങിപ്പോ. ആകപ്പാടെ 30 കസേരയും പരിചയമുള്ള 60 ചന്തിയും പരിചയമില്ലാത്ത വേറൊരു. ഇന്ന് മാവ കുടിക്കും. തമ്പിയേ, മോളെന്ത് ചെയ്യുന്നു? മുകളിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. പൈസ ആയിട്ട് റൂഫിനടിക്കണം. എടാ കുഴങ്ങ, അതാണോ ഞാൻ ചോദിച്ചത്? നിനക്കൊരു മോളുണ്ടായിരുന്നല്ലോ, അവൾ എന്ത് ചെയ്യുന്നു? അവള് പഠനമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വിളിക്കാം. മോളെ, ഡാഡി. ഡാഡി എന്നാണോ വിളിക്കുന്നത്? അതെ. ഭഗവാനേ, ആളുകൾ നിൽക്കുന്ന അല്ലേ ഒന്ന് ചിരിക്കായിരുന്നു. ഈ മാമനെ മോക്ക് മനസ്സിലായോ? ഇല്ല, അറിയില്ല. മോള് കല്യാണം കഴിക്കാൻ പന്തലിൽ കയറുമ്പോൾ ഈ കാൽ തൊട്ട് വന്നിച്ചിട്ട് വേണം കയറാൻ. അത്ര ബഹുമാനിക്കേണ്ട ആളാണോ? അല്ല, ഇല്ലെങ്കിൽ തലയിൽ കൈവച്ച് പ്രാവും ഈ മാറി. മോളെ, എന്റെ ഡാഡി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് വെച്ച് തന്നേക്കുന്നത്. അതുകൊണ്ട് മോള് തന്നോണം പഠിച്ച് ഒരു ജോലിയൊക്കെ മേടിക്കണം കേട്ടോ. എനിക്കറിയാം പൂപ്പ, ഡാഡി ഇങ്ങനെ നിൽക്കുന്നതിലും ഡാഡിയുടെ ഒരു സൈഡ് പുകഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഇത് ഡാഡിയല്ല, ബീഡി. ഇന്നലെ എന്റെ ഡാഡി ഷിപ്പിലായിരുന്നല്ലോ. കേട്ടിട്ട് ഇന്നലെ ഡാഡി വിൽസൺ ആയിരുന്നല്ലോ. അതെ,
അങ്കിളെ ഷിപ്പിൽ ഒരുപാട് കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡാഡിക്ക് ഒരു കൂട്ടാനുണ്ടായിരുന്നു അവിടെ. കപ്പിത്താനായിരുന്നു ഉണ്ണിത്താൻ. ഉണ്ണിത്താനാണോ കപ്പിത്താനാണോ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കി. കപ്പിത്താനായിരുന്നു പേര്, ഉണ്ണിത്താനായിരുന്നു ജോലി. തെറ്റിച്ച് സംസാരിക്കാൻ ഞാനിവിടെ ഉള്ളപ്പോൾ മകളെന്തിന് കഷ്ടപ്പെടണം? അത് ശരിയാ, മോൻ പറ, ഞാൻ കേൾക്കാം. കപ്പി അപ്പി ഉണ്ണിയപ്പം. കപ്പിയിട്ട മുഖം കൊണ്ട് ഇനി ഇത് പറയല്ലേ, ഞാൻ അവിടുന്ന് തന്നെ കേട്ടോളാം. ഓള് തന്നെ പറഞ്ഞാ മതി. എന്നിട്ടേ ഡാഡി ഒരു ദിവസം കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ ദേ വരുന്നു. എന്തുവാ? അത് ശരി, മോളല്ലേ നുണ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ മോളെ അറിയാവോ? എനിക്കറിയാവോ? തിരമാല. പിന്നെ കടലിൽ തിരമാല അല്ലാതെ വനമാല വരുവോ? ഒരു നീലത്തിമിംഗലം. എങ്ങനെ? ഒരു നീലത്തിമിംഗലം. ബിഗ് ബ്ലൂ ഫിലിം. ഇത്രയും വരും. കപ്പല് പൊളിക്കാൻ നിൽക്കുവോ? ഇത്രയും വരും. ഈ പുള്ളി ഈ കഥ പൊളിക്കാൻ നിൽക്കുക. മോളങ്ങോട്ട് കഥ പറഞ്ഞേ. എന്നിട്ടേ ഡാഡി തോക്കെടുത്ത് ടിഷ്യൂ ടിഷ്യൂ എന്ന് വെടിവെച്ച് ചേത്തറി തെറിപ്പിച്ച തിമിംഗലത്തെ. മോൾ എന്തുവരെ പഠിച്ച്? ഞാൻ PG കഴിഞ്ഞ്. അടിപൊളി. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു കൊച്ചിനെ ഇത്രയും വലിയ നുണ പറഞ്ഞ് പറ്റിച്ചല്ലോ. ചേട്ടനാ അമ്മായിയെ വിളിച്ചു. അമ്മായിയുടെ അമ്മ. നമസ്കാരം. ഞാൻ നേരത്തെ പോയിട്ട് വരാൻ കുറച്ച് താമസിച്ചു. ചേച്ചി എന്തൊരു മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നേ, എന്നെ അറിഞ്ഞൂടെ? ഇല്ലെന്നല്ലേ പറഞ്ഞത്. അമ്മാവനെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്നെ അറിഞ്ഞൂടെ? എനിക്കറിയത്തില്ല മമ്മി. അറിഞ്ഞൂടെ? നിനക്ക് അറിഞ്ഞൂടെ എന്നെ? സാറിന് മനസ്സിലായില്ല എന്നെ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ഇറങ്ങുപടി. അറിയാവുന്നവർക്ക് ഇവിടെ ബിരിയാണി ഇല്ല, അപ്പഴ അറിയാൻ മേലാത്തവർ കേറി വരും. മാമ പുഴുക്കെടുക്കട്ടെ, പുഴുക്ക്. മാമനൊരു കാര്യം അറിയാം. ഇല്ലല്ലോ, കപ്പലിലെ AC റൂമിലിരുന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ എന്റെ 30 വർഷത്തെ കഷ്ടപ്പാടിന്റെ വിയർപ്പാണ് ഈ വീട്. AC റൂമിൽ ഇരുന്ന് വിയർക്കണമെങ്കിൽ നിനക്കെന്തോ മാരകമായ അസുഖം കാണിക്കണം കേട്ടോ. ഡാഡി, ഞാൻ മറ്റേ ഐസ് കട്ടയുടെ കഥ പറയട്ടെ? വേണ്ട. ഞാൻ പറയും. വേണ്ട. ഞാൻ പറയും. വേണ്ട. ഞാൻ പറയും. നീ മിണ്ടരുത്. മോള് പറ, ഞാൻ കേൾക്കാം. ഡാഡിയെ ഒരു ദിവസം രാത്രിയില് കപ്പലിന്റെ സിറ്റ് ഔട്ടിൽ പോയിരിക്കുവായിരുന്നു. വേണ്ട. സ്രാവ് ചാടി കപ്പലിലേക്ക് കയറി. പറയണ്ട. ഡാഡിയുടെ കൈയാണെങ്കിൽ ശൂന്യം. തലയിലും. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത കഥ പറയണ്ട എന്ന്. എന്നിട്ടേ ഈ സ്രാവ് ചാടി ഡാഡിന് ഒരു കടി. അയ്യോ, ചുമ്മാറല്ല, ഇവൻ നടക്കുമ്പോ സ്രാവ് നടക്കുന്ന ഇങ്ങനെ എന്നിട്ടേ ഡാഡി എന്ത് ചെയ്തെന്നറിയോ? ഓടിപ്പോയ ഫ്രിഡ്ജ് തുറന്ന് വലിയ ഐസ് കട്ട എടുത്ത് വാളിന്റെ ഷേപ്പിൽ അങ്ങ് വെട്ടി. അതുവരെ ഈ സ്രാവ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അതെനിക്കറിയത്തില്ല. പക്ഷെ രണ്ടാമത്തെ സ്രാവിന്റെ ചാട്ടത്തില് ഡാഡി ആ വാളെടുത്ത് ഒരൊറ്റ വെട്ട് കൊന്നില്ലേ. കൊച്ചുനാളിൽ പാപ്പം തിന്നാതിരുന്നപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കഥയാണ്. ചെയ്യരുത്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത കഥകൾ പറയരുതെന്ന്. വിദ്യാഭ്യാസമില്ലെന്നേ ഉള്ളൂ, നല്ല വിവരമാണ്. അതെ, ഡാഡി നോക്കുമർമ്മം കൊണ്ട് ചൂരെ പിടിച്ചൊരു കഥ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു കഥയില്ല. ഇല്ല. ഉണ്ട് 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 ഉണ്ട്. മുമ്പേ വെച്ച് വാങ്ങി തന്നതേ ഉള്ളൂ, ഇനി വെച്ച് ഇടിച്ചു തരും. അങ്ങനെ ഒരു കഥ ഇല്ല. ഇല്ല ഇല്ല, കഥ ഇല്ല. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. ഇവക്കും ഒന്നും പറയാനില്ല, കഥ ഇല്ല. അയ്യോ, അതല്ല. നമ്മുടെ വീട് പണിത കോൺട്രാക്ടർ ഇല്ലേ, അയാളെ വിളക്കം കൊണ്ട് നമ്മുടെ വീട്ടിനകത്തോട്ട് കേറുന്നു. അതെന്ത് ന്യായം? നമ്മൾ പാലുകാച്ചന്റെ വീട്ടിൽ വിളക്കം കൊണ്ട് നമ്മളല്ലേ കേറേണ്ടത്? അതല്ലേ ന്യായം? വീട് പണിത ഫുള്ള് പൈസ കൊടുത്താലേ അയാൾ അതിനകത്തോട് കയറ്റത്തോളെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞതല്ലേ ന്യായം? നിങ്ങൾക്ക് ഇപ്പൊ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ നിങ്ങളുടെ വീട് പണിത കോൺട്രാക്ടറുടെ ഭാര്യ. അയ്യോ, എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. പറയണ്ട. പറയാം. ആഹാ, അന്തസ്. ആഹാ, അന്തസ്. വീട്ടിലായിരുന്നു. സന്തോഷ്. സുരേഷേട്ടാ കഴിഞ്ഞോ? അപ്പം ബാക്കി പോകുന്നു. അല്ല പിന്നെ നിനക്കല്ല. എനിക്ക് വേണ്ട, എനിക്ക് തരാനുള്ള അവിടെ നിന്ന് വന്നോളൂ. നിങ്ങൾ ആരും മിണ്ടരുതേ. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ചിരിച്ചെങ്കിലും അവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് എന്താ കമന്റുകൾ അടിപൊളി അടിപൊളി അടിപൊളി. അത് 30 കസേരയാണ് ഒരു കണക്ക് പറഞ്ഞില്ലേ? കൗണ്ടർ 30 കസേര പരിചയമില്ലാത്ത 60 പരിചയമുള്ള
പരിചയമുള്ള. അറിയാവുന്നവർക്കൂടെ ബിരിയാണി ഇല്ല, പിന്നെ അറിയാത്തവർക്ക് ബിരിയാണി. ആ കൗണ്ടറൊക്കെ സെറ്റ് ആയിരുന്നു. നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു വെറൈറ്റി ഒരു കൗണ്ടർ. അടിപൊളി. അത് ഒത്തിരി എൻജോയ് ചെയ്ത കൗണ്ടർ. വീണ്ടും അന്തസ്. ഇനി ചേട്ടന്റെ നടപ്പ് എത്ര നേരം ഇങ്ങനത്തെ നടക്കുന്ന, അപ്പൊ ഒരു ഭയങ്കര ഇതല്ലേ, ഇവിടെയൊക്കെ പെയിനൊക്കെ ഉണ്ടാവൂലേ. അടിപൊളി അടിപൊളി സെറ്റ്. ആക്ഷൻ കോമഡി ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ ഇടും. അതെ, ഇങ്ങനെ കൂടെ നിന്നുകൊണ്ട് പിന്നെ എങ്ങോട്ട് ഇടണമെന്ന് അറിഞ്ഞു. ആ നടത്തം സൂപ്പറായിരുന്നു. അതിന് കോപ്പി ചെയ്യാൻ വേണ്ടി കറക്റ്റ് സ്മൃതി. ആ കറക്റ്റ് സ്മൃതി ഇന്നാണ് കറക്റ്റ് സ്മൃതി ഇപ്പം മനസ്സിലായി. ഇതാണ് സ്മൃതി. എല്ലാവരുടെയും എനിക്കൊന്ന് ഗെറ്റപ്പ് വൈസ് ആണെങ്കിലും ക്യാരക്ടർ വൈസ് ആണ് എല്ലാരും പെർഫെക്റ്റ് ആയിരുന്നു, കിടിലുമായിരുന്നു, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ പറയുന്ന സ്ഥിതിക്ക് ബാറ്ററി എത്രത്തോളം നിങ്ങൾ ഈ സ്കിറ്റ് എൻജോയ് ചെയ്തു എന്നുള്ളത് നമുക്ക് ബാറ്ററിയോട് ചോദിക്കാം. ഓക്കെ, ബാറ്ററി ഒന്ന് കാണിച്ചു തരുമോ? നിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന പാവപ്പെട്ട സുരേഷ് നിങ്ങളുടെ സ്ത്രീജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധ. 50,000 അടിച്ചതില് കൺഗ്രാചുലേഷൻ. ആ പാവപ്പെട്ടവൻ മേക്കപ്പ് ആയിട്ടേക്കുന്നത് പ്രായമുള്ളൊരു മനുഷ്യനല്ലത്. അത് വൃദ്ധസാരത്തിലെ പോലെ അവിടെ അതിലും പാവപ്പെട്ടവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് രണ്ടുപേരും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ, അവിടെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയതാ. കൺഗ്രാചുലേഷൻസ് ഗൈസ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ചൂടോടെ 50,000 രൂപ ഇട്ട് തരേണ്ടതാണ് പ്ലീസ്. 5000 and തിരിച്ചു വരുമ്പോൾ വീണ്ടും ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പുതിയൊരു സെഗ്മെന്റ്, അതായത് ഇനി മുതൽ അങ്ങോട്ടേക്ക് ഞാൻ ഒരു പുതിയ സെഗ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വൈൻഡപ്പ് സെക്ഷനിൽ. സംഭവം ഇത്രയേ ഉള്ളൂ, ഞാൻ കുറച്ച് ജനറൽ നോളജ് ചോദ്യങ്ങളായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിമാർ. ഓക്കെ, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഡയന, അവിടെ ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയൻ. സൂപ്പർ. നമുക്ക് ഇങ്ങനെ ഒരുപാട് പേര് അറിയാം, എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കറക്റ്റ് ചിലപ്പോൾ പറയും. പക്ഷേ ഇവരിൽ കുറച്ച് ഒളിഞ്ഞിരിക്കുന്ന ഫാക്റ്റുകളുണ്ട്. അതായത് എൻ്റെ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവോ? ആയിരുന്നു കരുണാകരൻ സർ. അല്ല, കരുണാകരൻ സർ. കരുണാകരൻ. അതായത് ഈ വ്യക്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ചൈൽഡ്ഹുഡ് മുതലേ ഭയങ്കര ഒരു യങ് ഫിഗർ ആയിട്ട് തന്നെ കേട്ടോ കണ്ടിട്ടുണ്ടാവാ. ഉമ്മൻചാണ്ടി സർ. AK ആന്റണി ആണോ? ആരാ ഉത്തരം പറഞ്ഞേ? യെസ്, കറക്റ്റ് ആൻസർ. AK ആന്റണി. ആന്റണി സാർ ആയിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി. സൂപ്പർ, അടിപൊളിയല്ലായിരുന്നോ? എങ്കിൽ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി ആരായിരിക്കും? EMS നമ്പൂതിരിപ്പാട്. അച്യുതാനന്ദൻ സാറായിരുന്നു ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി. ശരി, വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട്, അതായത് രാജിവെച്ച ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരിക്കും? കേരളത്തിലെ രാജിവെച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരിക്കും? പുള്ളിക്കാരൻ രാജിവെച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട്, അതായത് ആ ലിസ്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് രാജിവെച്ച ആരായിരിക്കും? Yes, you said it. എങ്ങനെ അറിയുന്നു? വെറുതെ ഗസ്റ്റ് ചെയ്ത് നോക്കിയതാണോ പേരുകളെല്ലാം? മുഖ്യമന്ത്രി ഉണ്ടെന്ന് അറിയാം, രാജിവെച്ചോ അറിഞ്ഞൂടാ. അതെ ഞാൻ പറയാം, ലിസ്റ്റ് നേരത്തെ ആലോചിച്ച് നോക്കിയപ്പോ പറഞ്ഞായിരിക്കും അല്ലേ? എങ്കിൽ എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമ്മള് ഇവിടെ പലതവണയും കേട്ടൊരു പേരാണ് EMS സാറിന്റെ പേര് അല്ലെ. പല ആൻസറും നമ്മളിങ്ങനെ EMS എന്ന് പറഞ്ഞു. എന്നാൽ EMS എന്ന് പറയുന്ന ആ EMS ഫുൾ ഫോം എത്ര പേർക്ക് അറിയാം? ഇളംകുളത്ത് മനയിൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. അങ്ങനെയല്ലേ? ശങ്കരൻ നമ്പൂതിരിപ്പാട് മാത്രമേ എനിക്കറിയുള്ളൂ. മനയല്ല, ഇറ്റ്സ് മനക്കൽ. ഇളംകുളത്ത് മനക്കൽ. ഇളംകുളത്തില്ല, ഏലംകുളം, മനക്കൽ, ശങ്കരൻ നമ്പൂതിരിപ്പാട്. കറക്റ്റ് ആയില്ലേ? ഇതാണ് ഇനി നമ്മൾ പഠിച്ചു വെച്ചോണം. ഏലംകുളം നമ്മള് നെടുമങ്ങാട് പറയുമ്പോ മനയിൽ എന്നും പറയും. അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. കിട്ടില്ല ക്വസ്റ്റ്യൻ ആണ്, അറിയാവുന്നവർ പെട്ടെന്ന് കഴിക്കണം. ഉത്തരം പറഞ്ഞു. ശരി, റെഡി. കറക്റ്റ് ഉത്തരം പറഞ്ഞ ഷെഫ് നളന്റെ വക ബിരിയാണി. ചോദ്യമാണ്. ശരി, വാ. അമ്മ അസോസിയേഷന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. 1, 2, 3 സ്റ്റാർട്ട്.
എന്റെ ഒരു ഭാഗ്യം നോക്കണേ, 2 തവണ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്താണ് ശ്വേത ചേച്ചി. ഒന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനം, പിന്നെ ഇപ്പതാ പ്രസിഡന്റിന്റെ സ്ഥാനം. ആ പ്രസിഡന്റ് മുന്നിലാണോ ഞാൻ മൈൻഡപ്പ് ചെയ്യാൻ പോകുന്നെങ്കില് ആർക്ക് കിട്ടും ഇങ്ങനത്തെ ഭാഗ്യം അല്ലേ? ഒരാൾക്കും ആ ഗുഡ് നൈറ്റും കൂടെ ഒന്ന് പറയായിരുന്നെങ്കിൽ അപ്പോൾ let's wind up. Good Bye bye.